കുടുംബ വാർഷിക വരുമാന പരിധി 1 ലക്ഷമായി നിശ്ചയിച്ചത് ജനുവരി മുതൽ നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനം ഭിന്നശേഷി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തിരിച്ചടിയാകുന്നു. പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് കാട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് അറിയിപ്പ് നൽകി കഴിഞ്ഞു. കായംകുളം നഗരസഭയിൽ തന്നെ 500ഓളം പേർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നുണ്ട്. സംസ്ഥാനത്ത് ഭിന്നശേഷി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തിരിച്ചടിയാകുന്നതാണ് കുടുംബ വാർഷിക വരുമാന പരിധി 1 ലക്ഷമായി നിശ്ചയിച്ചത് ജനുവരി മുതൽ നടപ്പാക്കുവാനുള്ള സർക്കാർ തീരുമാനം. പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് കാട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മുൻപ് വരുമാന പരിധി ബാധകമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടിയിരുന്നില്ല. ഒരു കുടുംബത്തിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ചേർന്ന് ഒരു മാസം 8,400 രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ പോലും വാർഷിക വരുമാനം 1 ലക്ഷം കടക്കും. കുടുംബ വാർഷിക വരുമാനം മാനദണ്ഡമാക്കുന്നതോടെ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ 50% വെട്ടിക്കുറയ്ക്കുമെന്നാണ് സൂചന. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരിൽ ചിലരൊക്കെ ലോട്ടറി വിറ്റും മറ്റും ചെറിയ വരുമാനം നേടുന്നവരാണ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്തവരും ഓട്ടിസം ബാധിതരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. വാർഡ് കൗൺസിലർമാരും ആശാ വർക്കർമാരും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് വീടുകളിലെത്തി നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കായംകുളം നഗരസഭയിൽ മാത്രം 500ഓളം പേരാണ് ഭിന്നശേഷി പെൻഷൻ കൈപ്പറ്റുന്നത്. 1 ലക്ഷം എന്ന മാനദണ്ഡം നടപ്പാക്കുമ്പോൾ ഇവരിൽ പകുതിയിലേറെ പേർക്കും പെൻഷൻ നിഷേധിക്കപ്പെടുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. CDNet ന്യൂസ്, കായംകുളം.